നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച പല കാര്യങ്ങളിലും ദുരൂഹതകൾ ഒന്നും മറനീക്കിയിട്ടില്ല. നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ പോയെന്നും പാളത്തിലൂടെ നടന്നെന്നുമുള്ളത് കള്ളക്കഥ. 3 തവണ ഓട്ടോയിൽ കയറിയതിന്റെ CCTV ദൃശ്യങ്ങൾ എവിടെ എന്ന് ചോദ്യം ബാക്കി. ആത്മഹത്യയാണ് എന്നത് തിടുക്കത്തിലുള്ള പോലീസ് നിഗമനമെന്ന ആരോപണം. ADMനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതെന്ന കുടുംബം സംശയിക്കാൻ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇത്തരത്തിലുള്ള ദുരൂഹതകൾ തുടരുന്നതിനാലാണ് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കൊലപാതകമാണോ എന്ന സംശയം ഉണ്ടെന്നാണ് കുടുംബം കോടതിയിലെ ഹർജിയിൽ പറയുന്നത്. കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ്. ആത്മഹത്യ എന്ന പോലീസ് നിഗമനം മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയില്ല. ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്. CPM നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും തങ്ങൾക്ക് നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനം സ്ഥിരീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ അന്വേഷണമാകട്ടെ PP ദിവ്യയെ രക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണെന്നും സംശയം ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. പോലീസ് അന്വേഷണം എങ്ങുമെത്താതെ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇപ്പോഴും. PP ദിവ്യയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ ADMന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാരണങ്ങളിലും ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് ധൃതി പിടിച്ച് തീരുമാനിച്ചതിന്റെ പിന്നിലും ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ആത്മഹത്യാ തിയറി വിജയിപ്പിച്ചെടുക്കാനാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒരുക്കിയതെന്നും ജാമ്യം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിച്ചതെന്നും സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയാണ്, കൊലപാതകമല്ല എന്ന തിയറി വിജയിപ്പിച്ചെടുക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഗൂഢാലോചനയുടെ ഫലമായി മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കാതെ മറച്ചുവെക്കുന്നുണ്ടെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞത് നവീൻ ബാബു കളക്ട്രേറ്റിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 3 തവണയെങ്കിലും ഓട്ടോയിൽ കയറിയെന്നാണ്. വൈകുന്നേരം മുനീശ്വരം കോവിലിൽ നിന്ന് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നാണ് പോലീസ് പറയുന്നത്. ആ പോയത് ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ നിന്നും നവീൻ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്നും പറയുന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയതിനാൽ നവീൻ ബാബു അവിടെ പുലർച്ചെ 1:30 വരെ ഇരുന്നു എന്നും പറയുന്നു. അതിനുശേഷം വീണ്ടും ഓട്ടോ പിടിച്ച് പള്ളിക്കുന്നിലേക്ക് പോയി എന്നും പറയപ്പെടുന്നു. എന്നാൽ നവീൻ സഞ്ചരിച്ച ഈ 3 ഓട്ടോക്കാരെ ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? ഈ 3 പേരുടെ വിശദാംശങ്ങളും കണ്ടെത്തിയിട്ടില്ല. 3 തവണ ഓട്ടോയിൽ കയറിയതിന്റെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസിന് കിട്ടിയിട്ടില്ല? ഇവിടെയാണ് ദുരൂഹതയുടെ ആക്കം കൂട്ടുന്നത്. അന്ന് ചില പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു: നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ നിന്ന് അല്പം വൈകി ഇറങ്ങി, അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി. ട്രെയിൻ മിസ്സായതുകൊണ്ട് കുറെ നേരം ബെഞ്ചിലിരുന്നുവെന്നും റെയിൽവേ പാളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവെന്നും 1:30 മണിയോടെ തിരിച്ചുപോയി എന്നുമാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നുമാണ് അന്ന് വന്ന വാർത്ത. ആ വാർത്ത പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു CCTV ദൃശ്യം പോലീസിനെ കണ്ടെടുക്കാൻ ആയിട്ടുണ്ടോ എന്നത് ഇപ്പോഴും അറിയില്ല. CCTV ദൃശ്യങ്ങളിലുള്ളത് നവീൻ ബാബു തന്നെയാണോ എന്നും അറിയില്ല. എന്നാൽ റെയിൽവേയുടെ വിശദീകരണത്തിൽ നവീൻ ബാബു സ്റ്റേഷനിൽ വന്നിട്ടേയില്ല. CCTVയിൽ അങ്ങനൊരു ദൃശ്യവുമില്ല. സ്റ്റേഷനിൽ ഇരുന്നയാൾ നവീൻ ബാബുവുമല്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊരു വ്യാജകഥ ഉണ്ടാക്കിയത് ആരായിരിക്കും? നവീൻ ബാബു റെയിൽപാളത്തിലൂടെ നടന്നു എന്ന കള്ളക്കഥയുടെ പിന്നിലെ ഉദ്ദേശം എന്തായിരിക്കും? ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കാൻ ഒരുങ്ങുന്നു എന്ന് വരുത്തി തീർക്കാനായിരുന്നു ആ കള്ളക്കഥ ഉണ്ടാക്കിയത് എന്ന് എടുത്തു പറയേണ്ടി വരും. കളക്ട്രേറ്റിൽ നിന്നും ഡ്രൈവർ ഷംസുദ്ദീൻ മുനീശ്വരം കോവിലിന് മുൻപിൽ കൊണ്ടുവിടുമ്പോൾ നവീൻ ബാബു പറഞ്ഞത് ആരെയോ കാണാനുണ്ടെന്നാണ്. എങ്കിൽ പിന്നെ നവീൻ ക്വാർട്ടേഴ്സിലേക്ക് ഓട്ടോ പിടിച്ച് മടങ്ങിപ്പോയത് എന്തിനായിരുന്നു? ഷംസുദ്ദീനോട് ക്വാർട്ടേഴ്സിലേക്ക് വിടാൻ ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നല്ലോ.
ക്വാർട്ടേഴ്സിലെ എല്ലാ സാധനങ്ങളും എടുത്ത് താക്കോൽ പോലും ഏൽപ്പിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചതെങ്കിൽ എന്തുകൊണ്ട് ഡ്രൈവറോട് അവിടെ ഇറക്കാൻ പറഞ്ഞില്ല? താക്കോൽ എവിടെ എന്ന ചോദ്യവും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. താക്കോൽ ഏൽപ്പിച്ചെങ്കിൽ തിരിച്ചു മേടിച്ചതായി സൂചനയുമില്ല. പോലീസിന്റെ ന്യായം രണ്ടാമതൊരു താക്കോൽ നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നും ഇപ്പോഴും അറിയില്ല. ഇതിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആരും അറിയാതെ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നായിരുന്നു പോലീസ് പറഞ്ഞതെങ്കിൽ അത് മനസ്സിലാക്കാമായിരുന്നു. കാരണം ഡ്രൈവർ അറിയേണ്ട, ഞാൻ പോയി എന്ന് അയാൾ കരുതിക്കോട്ടെ എന്നുള്ള കരുതലായി കണക്കാക്കാം. പക്ഷെ ക്വാർട്ടേഴ്സിൽ പോയ നവീൻ ബാബു അവിടെ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി വീണ്ടും എത്തിയെന്നും ആ ഓട്ടോ വൈകിയെന്നും അതുകൊണ്ട് ട്രെയിനിൽ പോകാൻ സാധിച്ചില്ലെന്നും അതുകൊണ്ടാണ് അവിടെ തന്നെ ഇരുന്നതെന്നുമാണ് CCTV ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് എന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞതിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കണ്ണൂരിലെ വിജിലൻസ് CI വിനുമോഹൻ നേരത്തെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ CI CPMന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് വിവരം. വിനുമോഹനെ വിജിലൻസിലേക്ക് മാറ്റിയതിനു പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട്. പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ചുഴലി വില്ലേജിലെ വലിയ ഭൂമി ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണം ഒരു വിവരാവകാശ പ്രവർത്തകന്റെ മുൻകൈയിൽ നടന്നു വന്നപ്പോൾ കൃത്യമായ തീരുമാനം എടുക്കേണ്ടതുകൊണ്ടാണ് അത് എന്നാണ് സംശയിക്കേണ്ടത്. ചുഴലി വില്ലേജിലെ സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയവരിൽ പലരും CPMകാരാണ്. EMS വായനശാലയുടെ പരിസരത്തുള്ള ഇടങ്ങളിൽ ഭൂമിയിലാണ് കൃത്രിമം നടന്നത്. ഈ CPM ഭൂമാഫിയയുടെ തട്ടിപ്പിന്റെ ഫയലുകൾ ADM നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. 1000 ഏക്കറോളം സ്ഥലത്തെ കയ്യേറ്റത്തിന്റെ വിവരങ്ങൾ നവീന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഈ രേഖകളുമായി നവീൻ ബാബു നേരിട്ട് വിജിലൻസ് ഓഫീസിലേക്ക് പോയതാണോ അതോ വിനുമോഹൻ വിളിച്ചു വരുത്തിയതാണോ എന്ന് പരിശോധിക്കണം. കാരണം അതേ ദിവസം ഉച്ചയ്ക്ക് 1:30 പരാതിക്കാരനായ TV പ്രശാന്തൻ ഈ വിജിലൻസ് ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരുന്നു. വൈകുന്നേരം 4 മണി കഴിഞ്ഞ് നടന്ന യാത്രയപ്പ് ചടങ്ങിൽ PP ദിവ്യ ഭീഷണിപ്പെടുത്തിയത് കാണിച്ചു തരാമെന്നാണ്. ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടിയും വരും. ഒന്നെങ്കിൽ ഇത് PP ദിവ്യയും TP പ്രശാന്തും ഒരുമിച്ചെഴുതിയ ദൃശ്യം മോഡൽ തിരക്കഥയുടെ ഭാഗമായി വിജിലൻസ് ഓഫീസർ നവീൻ ബാബുവിനെ വിളിച്ചതാവാം. അതല്ലെങ്കിൽ നവീൻ ബാബു തന്റെ കയ്യിലെ രേഖകൾ കൈമാറാൻ പോയതാകാം. അവിടെ പോയതിനു ശേഷമാണോ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണോ നവീൻ ബാബുവിനെ കാണാതായത് എന്ന കാര്യം ആർക്കും അറിയില്ല. വിജിലൻസ് ഉദ്യോഗസ്ഥൻ വിനുമോഹൻ അടക്കമുള്ളവരുടെ മൊഴി പോലീസ് എടുത്തിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. വിനുമോഹന്റെ സഹോദരൻ ഡയറക്ടറായ കാർട്ടഡ് കമ്പനിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ അനേകം കരാർ ജോലികൾ എടുത്തിരിക്കുന്നത്. ഇതും പരിശോധിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. മഞ്ജുഷയുടെ മൊഴിയെടുക്കാൻ എത്തിയ കണ്ണൂർ ടൗൺ പോലീസ് CI ശ്രീജിത്ത് കൊടേരി. ഈ ഉദ്യോഗസ്ഥനും CPMന്റെ രഹസ്യ കാവൽക്കാരിൽ ഒരാളാണെന്നാണ് സംശയം. നവീൻ ബാബുവിന് യാത്രയപ്പ് നൽകിയ ദിവസം ശ്രീജിത്ത് കൊടേരി ആരെയൊക്കെയോ വിളിച്ചിട്ടുണ്ട് എന്നതും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. CPMന്റെ അതീവ വിശ്വസ്തനെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിലനിർത്തുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇടപാടുകൾ തന്നെ അന്വേഷിക്കേണ്ട സാഹചര്യമുള്ളപ്പോൾ അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനായാൽ എന്താകും അവസ്ഥ? 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് സ്വർണം പണയം വെച്ചയാളാണ് TP പ്രശാന്ത്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് കോടികൾ വേണ്ട പെട്രോൾ പമ്പിനുമായി പണം മുടക്കിയതെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. പ്രശാന്തന്റെയോ CPMന്റെയോ ബിനാമി ഇടപാടുകളെ കുറിച്ചും അന്വേഷണം നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് മുൻപ് വിജിലൻസ് എന്തുകൊണ്ട് നവീൻ ബാബുവിനെ വിളിച്ചു? അല്ലെങ്കിൽ നവീൻ ബാബു വിജിലൻസിൽ എന്തുകൊണ്ട് പോയി എന്ന് അന്വേഷിച്ചിട്ടില്ല? TV പ്രശാന്തിന്റെ ഒപ്പിലെ വൈരുദ്ധ്യം എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല? ആരാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പമ്പിനായി പണം മുടക്കുന്നത് എന്നതടക്കം ഇപ്പോഴും പുറത്തു വരാത്തത് വസ്തുതയാണ്. മാത്രമല്ല ദിവ്യ ഈ വിഷയത്തിൽ എടുത്ത അമിത താല്പര്യത്തിന് പിന്നിൽ എന്താണെന്നും ഇപ്പോഴും ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. കൈക്കൂലി നൽകാൻ സ്വർണം പണയപ്പെടുത്തിയെന്നാണ് പ്രശാന്ത് പറഞ്ഞത്. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പമ്പ് തുടങ്ങാൻ പണം എന്ന കാതലായ ചോദ്യത്തിനടക്കം ഇപ്പോഴും മൗനമാണ് മറുപടി. പ്രശാന്തിന് പിന്നിലെ ബിനാമികളിലേക്ക് അന്വേഷണം തിരിയേണ്ടതുണ്ട്.
പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചെങ്കിലും ഈ അന്വേഷണവും യഥാർത്ഥ വിഷയത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി നമ്മൾ പരിശോധിക്കണം. അതേസമയം ADMനെ തെറ്റുകാരനായി ചിത്രീകരിക്കും വിധമുള്ള വിവരങ്ങൾ പല കോണുകളിൽ നിന്നായി ഇടയ്ക്കിടെ പുറത്തു വരുന്നുണ്ട്. നവീൻ ബാബുവിനെ കുറ്റക്കാരനാക്കി കേസ് തേച്ചുമാച്ചു കളയാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ പോലീസ്. ഈ സാഹചര്യത്തിലാണ് സത്യം പുറത്തുവരാൻ CBI അന്വേഷണം തേടി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്.